ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രിഞ്ചി റൈസാണ്. അതിനായിട്ട് 1 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ, സവാള, തക്കാളി, ക്യാരറ്റ്, ബീൻസ് എന്നിവയാണ്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കൈവിടാതെ തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ വീതം ഗരം മസാലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് വീണ്ടും വഴറ്റുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയില ഇട്ട ശേഷം അധികം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 15 നിമിഷമാണ് ഞാൻ കുതിരാൻ വെച്ചിട്ടുള്ളത്. ഇനി അരിയൊന്ന് ചേർത്ത് കൊടുക്കാം. അരിയൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി മൂടി വേവിക്കണം. തീ കുറച്ച് കൂട്ടിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റൈസൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വേവിക്കുന്നതാണ്. ഇനി നമുക്ക് തീ കുറച്ച ശേഷം ഒന്നുകൂടി മൂടി വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ലഞ്ച് ബോക്സിലും കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.